മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ അകത്ത് കിടക്കാൻ സാധ്യതയുള്ള ഒരു കേസായി ശബരിമല സ്വർണ്ണമോഷണ കേസ് മാറുകയാണ്. അതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് പാർട്ടി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. കാരണം പാർട്ടി തന്നെ അയ്യപ്പ സംഗമത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ്റെ ഇത്രയും വലിയ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചത് തന്നെയാണ് എന്നുള്ളത് പാർട്ടി സമ്മതിച്ചിരിക്കുന്നു. ആ മോഷണം ന്യായീകരിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തിയതാണ് അതിനേക്കാളും വലിയ അബദ്ധമായി മാറിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ എന്തും മോഷ്ടിക്കുമെന്നൊരു നിലയിലേക്കാണ് പിണറായി വിജയൻ്റെ ഭരണം അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും മാറിയത്. പാവങ്ങൾക്ക് കൊടുത്ത മാസ്ക് മുതൽ അയ്യപ്പൻ്റെ സ്വർണം വരെ മോഷ്ടിച്ചവരെ ജനങ്ങൾ തുരത്തി ഓടിച്ചു എന്ന സത്യം ഇപ്പോൾ CPM തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് പാർട്ടിക്കും സർക്കാരിനും വലിയ തിരിച്ചടിയാണെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി നേരിട്ട പ്രധാന പ്രതിസന്ധികൾക്കെല്ലാം ഈ അയ്യപ്പ സംഗമം കാരണമായി എന്നും പത്തനംതിട്ടയിലെ CPM തന്നെ കണ്ടെത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച യോഗത്തിലാണ് അയ്യപ്പ സംഗമത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു വന്നത്. ഇടതുപക്ഷ സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമമെന്ന് കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് പാർട്ടിയുടെ അടിസ്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമായെന്നും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അനുകൂലമാകേണ്ടുന്ന സാഹചര്യങ്ങളെ ഇത് പ്രതികൂലമായി ബാധിച്ചുവെന്നും പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു. അതായത് അയ്യപ്പൻ്റെ സ്വർണമെല്ലാം മോഷ്ടിക്കുകയും അതിലൊരു ബിസിനസ് കണ്ടതോടെയാണ് ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആക്കി മാറ്റി കൂടുതൽ ലാഭം കൊയ്യാമെന്നൊക്കെ കരുതിയത്. പക്ഷേ ഒരു PR വർക്ക് പോലെ ഇത് അയ്യപ്പ സംഗമത്തെ മാറ്റാനുള്ള കാരണവും അതുതന്നെയായിരുന്നു. മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും കൂടി നടത്തിയ ആ പരിപാടിക്ക് പാർട്ടിയുടെ അകമഴിഞ്ഞ ഒരു സഹായവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. എന്നിട്ടും അത് അടിച്ചേൽപ്പിച്ചത് പിണറായി വിജയൻ്റെ അഹങ്കാരം തന്നെയാണ് എന്നിപ്പോൾ പാർട്ടി തന്നെ CPM തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയത് CPMൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളാണ് എന്ന് മനസ്സിലായിട്ടും അവർക്കെതിരെ ഒരു നടപടിയും പിണറായി സ്വീകരിച്ചില്ല. മന്ത്രിമാരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇത് പിണറായിക്കും അതിൽ പങ്കുണ്ടോ എന്നുള്ള സംശയിക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ മോഷണം പിണറായി അറിഞ്ഞിട്ടുള്ളതാണോ എന്ന സംശയം കൂടുതൽ ബലപ്പെട്ടു വരികയാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന CPMൻ്റെ മുൻ MLA കൂടിയായ പത്മകുമാറിനെതിരെ ഉയർന്ന സ്വർണ്ണക്കൊള്ള തെളിഞ്ഞിട്ടും പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് CPMൽ ചോദ്യമുയർന്നു കഴിഞ്ഞു. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ടും പാർട്ടി മൗനം പാലിക്കുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. പത്മകുമാറിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പത്മകുമാറെങ്കിലും അറിഞ്ഞോ എന്നുള്ള പരിഹാസമാണ് ഇന്നലെ മുഴുവൻ ചർച്ചയിൽ ഉയർന്നു വന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുതിർന്ന നേതാക്കൾക്കെതിരെയും സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയും ഒക്കെ താഴെത്തട്ടിലുള്ള CPM നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് CPMൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണ്. അത് നേതൃത്വത്തിൻ്റെ കൂടി നിലപാടിനെ തുടർന്നാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് പിണറായി വിജയനെതിരെ പാർട്ടിയിലെ ഓരോ കുഞ്ഞും എതിരായി മാറുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പറയാനുള്ളതെല്ലാം മുഖം നോക്കാതെ പറയണമെന്നും തുറന്ന ചർച്ചയാകാമെന്നുമാണ് CPM സംസ്ഥാന നേതൃത്വം താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് പിണറായി വിജയനെതിരെ വാളെടുക്കാൻ എല്ലാവരും തയ്യാറായിക്കോ എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും പിണറായി വിജയനെതിരാവുകയും തോൽവിക്കുള്ള കാരണത്തിൽ പിണറായി വിജയൻ ഒന്നാം പ്രതിയാകുകയും ചെയ്താൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ആദ്യം ആവശ്യപ്പെടുന്നത് CPM എന്ന പാർട്ടി തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ പാർട്ടിയെ തകർത്ത പിണറായി വിജയനെ CPM തന്നെ കൈവിട്ടതോടെ ഇനി വരുന്ന സർക്കാരിന് കാര്യങ്ങൾ എളുപ്പമായി എന്ന് പറയാം. അയ്യപ്പൻ്റെ സ്വർണ്ണമോഷണം നടത്തുമ്പോൾ മന്ത്രിമാരായി ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ അതറിഞ്ഞു എന്ന് വ്യക്തമായാൽ പിണറായിയെയും അടക്കം ചോദ്യം ചെയ്യും, വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യലും ഉണ്ടാകും. അത് UDF ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. അത് ഒരിക്കലും തെറ്റിക്കാൻ കഴിയില്ലെന്നുള്ള സൂചനയും പുതിയ മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിരിക്കുകയാണ്.